എല്ലാ IFFKകളിലും ഒരു മലയാളം സിനിമയെങ്കിലും മികവ് കൊണ്ട് വേറിട്ട് നിൽക്കാറുണ്ട്. ഇത്തവണ അത് VC അഭിലാഷിന്റെ പാൻ ഇന്ത്യ സ്റ്റോറിയാണ്. പേരിൽ പോലും കൗതുകം ഒളിപ്പിച്ച ഈ സിനിമ ഫെസ്റ്റിവലിലെ മസ്റ്റ് വാച്ച് ആണ്. നല്ല സിനിമ, നല്ല ത്രെഡ്, സംവിധാനം നല്ല മേക്കിംഗ് ആണ്. ധർമ്മജന്റെയും വിഷ്ണു ഉണ്ണികൃഷ്ണന്റെയും എല്ലാ പെർഫോമൻസും നല്ലതാണ്. നല്ല മേക്കിംഗ് ആണ്, നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. VC അഭിലാഷ് ഹാസ് ഡൺ എ വെരി ഗുഡ് ജോബ്. എനിക്ക് അഭിലാഷിന് നല്ല പ്രതീക്ഷയുള്ള ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിന്റെ ആളൊരുക്കം, അതുപോലെ തന്നെ ഈ സുഭാഷ് ചന്ദ്രബോസും ഇതും ഒട്ടും പ്രതീക്ഷ തെറ്റിച്ചില്ല. വിഷ്ണു ഉണ്ണികൃഷ്ണൻ തന്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷമാണ് പാൻ ഇന്ത്യ സ്റ്റോറിയിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. സിനിമയുടെ ഐഡിയ പറയുമ്പോൾ തന്നെ ഞാനായിരുന്നു ഭയങ്കര താല്പര്യത്തോടുകൂടി അത് ചെയ്യുമോ എന്നാണ് എന്നോട് ചോദിച്ചത്. ഒരു പ്രത്യേകതയുള്ള ക്യാരക്ടറാണ്, അത് ചെയ്യുമോ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ പുള്ളി അത് കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്താണ് സ്ക്രിപ്റ്റ്. അപ്പോൾ എനിക്ക് ഇപ്പം ഇവിടെ നിന്ന് കണ്ടിട്ടാണെങ്കിലും കുറേ പേര് പറഞ്ഞത് എൻ്റെ ഏറ്റവും നല്ല സിനിമ എന്ന് പറയാവുന്ന ഒരു ഇതാണ്. എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മളെ കൊള്ളിക്കുന്ന രീതിയിലാണ് പടം ചെയ്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ സട്ടിലായിട്ട് പറയാമായിരുന്നു, അല്ലെങ്കിൽ രസകരമായിട്ടുള്ള രീതിയിൽ പറയാമായിരുന്നു. പക്ഷെ അതിൻ്റെ ഡേഞ്ചർ സൈഡ് കാണിച്ചുകൊണ്ടാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത് ഈ സ്റ്റോറി. അപ്പോൾ അതെനിക്ക് ഭയങ്കര രസമായിട്ട് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. ആസ് എ മദർ ഓഫ് 2 ചിൽഡ്രൻസ്, ട്വിൻസ് ആണ് എനിക്ക്. അപ്പോൾ അവർ 3 വയസ്സാവണതേ ഉള്ളൂ. അപ്പം ഞാൻ എത്രത്തോളം കോൺഷ്യസ് ആയിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ എത്രത്തോളം കോൺഷ്യസ് ആയിരിക്കണം, അവർ വളർന്നു വരുമ്പം അവരെന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, അവർ ഏത് രീതിയിൽ വളരുന്നു എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഒരു ബിഹേവിയറിനെയും നമ്മുടെ ഒരു പെരുമാറ്റത്തെയൊക്കെ ആസ്പദമായിട്ട് ഇരിക്കുന്നുള്ളൊരു സാധനം എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നി. വ്യത്യസ്തമായ ഒരു കഥാപാത്രമാണ്, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ലാത്തൊരു കഥാപാത്രമാണ്. അത് പക്ഷെ നന്നായി എല്ലാവരും പറയുന്നുണ്ട്. അല്ല, ഇവിടെ എന്ന് പറയുമ്പോഴാണ് നമുക്ക് കൂടുതൽ സന്തോഷം. കള്ളപ്പാസ് സിനിമയുടെ ആളിൽ നിന്ന് ഇപ്പോൾ IFFKയിൽ ഗസ്റ്റായി VC അഭിലാഷ് സഞ്ചരിച്ച ദൂരം ശരിക്കും ഒരു ഇൻസ്പിറേഷനാണ്. ഈ കഥ ഇന്ത്യയിലെ ഏത് കുടുംബത്തിലും സംഭവിക്കാവുന്നതാണ്, ഏത് വീട്ടിലും സംഭവിക്കാവുന്നതാണ് എന്നൊരർത്ഥത്തിൽ കൂടെയാണ്. ഞാൻ പറഞ്ഞ കള്ളപ്പാസ് എടുത്ത് IFFKയിൽ വന്ന ചരിത്രമുണ്ട്. പിന്നെ ഡെലിഗേറ്റ് പാസ് എടുത്തു, പിന്നെ മീഡിയ പാസ് കുറേ കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ചു കാലം ഞാൻ പാസ് എടുത്തിട്ടില്ല. നമ്മൾ ചെയ്തൊരു പടം IFFK പോലൊരു മഹത്തായ വേദിയിൽ വരികയും അത് നമ്മളെ വല്ലാതെ ആ ഒരു ഗസ്റ്റ് എന്ന് പറയുന്ന സാധനം കിട്ടിയ ഗസ്റ്റ് അതിഥി എന്ന് പറയുന്നത് മറ്റുള്ളവർ നമുക്ക് തരുന്നൊരു പരിഗണനയാണ്. അത് നമ്മുടെ സിനിമയുടെ പേരിൽ തരുന്നതാണ്. അല്ലാത്തപ്പോൾ നമുക്ക് ആ പരിഗണന കിട്ടണമെന്നില്ല. അതൊരു വലിയ സന്തോഷവും അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഫെസ്റ്റിവലിൽ ഏറ്റവും നല്ല സിനിമ എന്ന് ആളുകൾ പറഞ്ഞ് കേട്ടു. അപ്പോൾ അതിലും അതേപോലെ ഒരു വലിയൊരു അംഗീകാരം, അതൊരു വലിയ സന്തോഷമാണ് നമുക്ക്. വിഷ്ണു എന്താണെന്ന് എനിക്കറിയാം. മാത്രമല്ല ഇത്രയേറെ നമുക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നതിലുപരി പുള്ളി ഭയങ്കര നല്ല മനുഷ്യനാണ് വിഷ്ണു. ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ജോണി ആൻ്റണി ചേട്ടൻ നല്ല മനുഷ്യനാണ്, നല്ല കല. അതിനെ കഴിഞ്ഞ പടത്തിലുണ്ടായിരുന്നു. ധർമ്മജൻ നല്ല മനുഷ്യനാണ്, കഴിഞ്ഞ പടത്തിലുണ്ടായിരുന്നു. രമ്യ സുരേഷ്. അതുകൊണ്ടാണ് ഇവരൊക്കെ പൈസ ശൈലജ, ഈ സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ഫഹദ് ഇതിലൊരു നല്ല വേഷം. ഇവരൊക്കെ നല്ല ആളുകളായതുകൊണ്ടാണ് ഈ സിനിമ സംഭവിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വിഷ്ണുവും ജോണി ചേട്ടനും ഇവരൊക്കെ അല്ലെങ്കിൽ പൈസ വാങ്ങിക്കാതെ, രമ്യയൊക്കെ ഇതിന് പൈസ വാങ്ങിച്ചിട്ടില്ല. ശൈലജയ്ക്ക് തുച്ഛമായ വണ്ടിക്കൂലി മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇപ്പോൾ റെസ്പോൺസ് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഇത്രയും വലിയ റെസ്പോൺസ് പ്രതീക്ഷിച്ചില്ല, അത് ഭയങ്കര സന്തോഷം. കാരണം ആളുകൾ ചിരിച്ചേക്കുമ്പോൾ സംശയിച്ച സ്ഥലത്തൊക്കെ ചിരി. അപ്പോൾ അടുത്ത ഷോയിലും അങ്ങനെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സിനിമ സ്വപ്നം കാണുന്നവർക്ക് ഈ സംവിധായകനും ഈ സിനിമയും ഒരു ടെക്സ്റ്റ് ബുക്കാണ്. പാൻ ഇന്ത്യൻ സ്റ്റോറി ശരിക്കും പാൻ ഇന്ത്യൻ ആകട്ടെ.